ഹായ് എവ്രി വൺ PYQ ഡിസ്കഷൻ സീരീസിന്റെ പാർട്ട് 4 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ് നമ്പർ 61 ടു ക്വസ്റ്റ് നമ്പർ 80. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ നെയിംഡ് റിയാക്ഷൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ സെഷനിൽ നമുക്ക് സോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അറൗണ്ട് ഒരു 6 to 7 മാർക്കിന് ഡയറക്റ്റ് ആയിട്ട് നെയിംഡ് റിയാക്ഷൻസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ് റിയാക്ടൻറ്റ്, പ്രൊഡക്റ്റ്, ഇൻ്റർമീഡിയറ്റ്, കാറ്റലിസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ല സ്കോർ നേടാനുള്ള പോസിബിലിറ്റി വളരെ അധികമാണ്. അപ്പോൾ എല്ലാ നെയിംഡ് റിയാക്ഷൻസും ഒന്ന് നോക്കിക്കാണുക. ഒരു പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 12 നെയിംഡ് റിയാക്ഷൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അറൗണ്ട് ഒരു 6 to 7 നെയിംഡ് റിയാക്ഷൻസ് ഞാൻ ഈ സെഷനിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ സെഷനിലും ഈ സെഷനിലുമായിട്ട്. സോ നിങ്ങൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് മാത്രം എക്സാമിന് പോവുക. ഒബ്വിയസ്ലി ഏതെങ്കിലും ഒരു നെയിംഡ് റിയാക്ഷൻസ് എന്തായാലും ചോദിച്ചിരിക്കും. സോ നമുക്ക് ആദ്യത്തെ നെയിംഡ് റിയാക്ഷൻ, നൊവീനാഗൽ റിയാക്ഷൻ. എന്താണ് ആക്ച്വലി നൊവീനാഗൽ റിയാക്ഷൻ പറയുന്നത്? ഒരു ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത കോമ്പൗണ്ട്, ദിസ് ഇസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്, ആക്ടിവേറ്റഡ് മെത്തിലീൻ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം ഇവിടെ. എന്താണ് ഈ ആക്ടിവേറ്റഡ് മെത്തിലീൻ ഗ്രൂപ്പ്? അതായത് ഈ CH2, CH3ക്കാണ് നമ്മൾ സ്വതവേ എന്ത് പറയാറ്? മീത്തൈൽ എന്ന് പറയാറ്. ദിസ് ഇസ് ആക്ച്വലി കോൾഡ് ആസ് വാട്ട്? മീത്തൈൽ. ഓക്കെ. ഇനി CH2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെത്തിലീൻ. ഇവിടെ ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് വേണം അഡ്ജസൻ്റ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ആക്ടിവേറ്റഡ് മെത്തിലീൻ ഗ്രൂപ്പ്. ഇതിനെ റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം കൂടെയുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ അത് കാണാം. ഇനി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ആൽക്കീൻ ആണ് കിട്ടുന്നത്. ഇതും കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? അൺസാച്ചുറേറ്റഡ് അസൈക്ലിക് സിസ്റ്റം ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. കാര്യങ്ങൾ ആലോചിക്കുക. ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, ആക്ടിവേറ്റഡ് മെത്തിലീൻ ഗ്രൂപ്പ്, അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് വേണം അഡ്ജസൻ്റ് ആയിട്ട്. ഇനി എന്തായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ആൽക്കീൻ ആയിരിക്കും. ഓക്കെ. 61B. നൗ ക്വസ്റ്റ്യൻ നമ്പർ 62. അഗെയിൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലെയ്സൺ കണ്ടൻസേഷനിൽ നിന്നും അതേപോലെ ഡിക്മാൻ കണ്ടൻസേഷനിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ 1 മാർക്കോ 2 മാർക്കോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ എക്സാമിൽ നോക്കൂ, ഇവിടെ ക്ലെയ്സൺ കണ്ടൻസേഷനും ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, എന്താണ് ഡിക്മാൻ കണ്ടൻസേഷൻ? ആക്ച്വലി ഇറ്റ്സ് ആൻ ഇൻട്രാമോളിക്കുലാർ ക്ലെയ്സൺ കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ ദ സ്റ്റാർട്ടിംഗ് റിയേജൻ്റ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ റിയാക്ടൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത്ര സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻസ്. മനസ്സിലായില്ലേ? നോക്കൂ, ഇതാ ഇവിടെ ഞാൻ എഴുതിയതുപോലെ ഇത് നോക്കി, ഇതൊരു എസ്റ്റർ ഗ്രൂപ്പാണ് അല്ലേ? ഇത് RCOO R- എന്ന് പറയുന്ന എസ്റ്റർ ഗ്രൂപ്പാണ്. ഇവിടെയും എന്താണ്? ഒരു എസ്റ്റർ ഗ്രൂപ്പാണ്. അതായത് ഒരൊറ്റ മോളിക്യൂളിൽ, അതായത് ഇൻട്രാമോളിക്കുലാർ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. 1 മോളിക്യൂൾ വിത്ത് 2 എസ്റ്റർ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആൻസറായി. ഓക്കെ. സോ ദിസ് ഇസ് 62D. അഗെയിൻ അടുത്ത എന്താണ്? ക്ലെയ്സൺ കണ്ടൻസേഷനിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നിങ്ങൾ ക്ലെയ്സൺ കണ്ടൻസേഷൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം സെഷൻ വളരെ ലെങ്തി ആയി പോകും. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ D. Now 64. A carbonyl compound react with ylide to form alkene. Identify the reaction. Again named reaction ആണ്. വിറ്റിക് റിയാക്ഷൻ ആണ് കേട്ടോ. എന്താണ് ഈ കാര്യം? വിറ്റിക് റിയാക്ഷൻ എന്താണ്? നോക്കൂ, എ കാർബണൈൽ കോമ്പൗണ്ട്, ലെറ്റ്സ് സേ ഞാൻ എന്തെടുക്കുന്നു? ഒരു കീറ്റോൺ എടുക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുക. ഇനി ഇലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലൈഡിന് ഒരു എക്സാമ്പിൾ ഇതാ, PPH3 എന്തായിരിക്കും? ഡബിൾ ബോണ്ട് CR-R- എന്നുള്ള രീതിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇതാ ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആവും, ഇവിടെയും എന്താവും? ബ്രേക്ക് ആവും. ഓക്കെ. എന്നിട്ട് നമുക്ക് കിട്ടുക, യെസ്, വിൽ ഗെറ്റ് PPH3 ഡബിൾ ബോണ്ട് O പ്ലസ് എന്ത് കിട്ടും? നമുക്കൊരു ഇതാ ഈ ഡബിൾ ബോണ്ടിനെ ഇങ്ങോട്ടേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. CR- ഇവിടെ എന്തായിരിക്കും? ഡബിൾ ബോണ്ട് CR-R- എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് ആക്ച്വലി കോൾഡ് വാട്ട്? വിറ്റിക് റിയാക്ഷൻ. വിറ്റിക് റിയാക്ഷൻ. ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു കാർബണൈൽ കോമ്പൗണ്ട്. എന്തായിരിക്കും? വിറ്റിക് റിയാക്ഷൻ. അഗെയിൻ എ നെയിംഡ് റിയാക്ഷൻ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 65. നമ്മളെ ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ഫോളോയിങ് കോമ്പൗണ്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻ ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ്? എന്താണ് ഈ ആക്റ്റീവ് മെത്തിലീൻ ഗ്രൂപ്പ്? അതായത് അഡ്ജസൻ്റ് ആയിട്ട് എന്ത് വേണം? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വേണം. അപ്പോൾ നോക്കൂ,
ഈത്തൈൽ അസറ്റേറ്റ് ഇതാണ് ആദ്യത്തെ സ്ട്രക്ചർ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതാണ് നമ്മുടെ CH2. അഡ്ജസൻ്റ് ആയിട്ട് നമുക്കൊരു കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആക്ച്വലി എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. സ്ട്രക്ചർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഈത്തൈൽ അസറ്റേറ്റ് ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സോ ഇതിലുണ്ട്. ഇനി ഡൈ ഈത്തൈൽ മെലോണേറ്റ് നോക്കൂ, ഇതാണ് ഈത്തൈൽ, ഇതാ ഡൈ ഈത്തൈലായി മെലോണേറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്തുണ്ട്? എഗെയിൻ എന്താണ്? കാർബണൈൽ കോമ്പൗണ്ട് ആണ്. എഗെയിൻ എന്തായിരിക്കും? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്, ആക്റ്റീവ് മെഥിലീൻ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇനി സയനോ അസെറ്റിക് എസ്റ്റർ. എഗെയിൻ നോക്കൂ, ഇതാ അഡ്ജസൻ്റ് ആയിട്ട് എന്തുണ്ട്? CN ഉണ്ട്, അതേപോലെ C ഡബിൾ ബോണ്ട് O ഉണ്ട്. എഗെയിൻ ദിസ് കണ്ടെയ്ൻസ് ആക്റ്റീവ് മെഥിലീൻ ഗ്രൂപ്പ്. സോ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഡൈ ഈത്തൈൽ ഫ്യൂമാറേറ്റ്. ഇവിടെ എന്തില്ല? ഇവിടെ നോക്കിയേ, യെസ്, ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റത്തില്ല? ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കാണാൻ പറ്റത്തില്ല. സോ ഓപ്ഷൻ എന്തായിരിക്കും? ആക്റ്റീവ് മെഥിലീൻ ഗ്രൂപ്പ് ഇവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. 65C. Question number 66. The approximate total energy of ideal monoatomic gas in kilojoule ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 3/2 RT ആണ്. ആറിൻ്റെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. എത്രയാണ്? 8.314. കാരണം ജൂളിലാണ് ചോദിച്ചിരിക്കുന്നത്. അഗൈൻ കിലോ ജൂളിലാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ എന്തായിരിക്കും? 300 ആയിരിക്കും. നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി 1.5 ഇൻറ്റു 8.314 ഇൻറ്റു 300 എന്ന് വരും. അറൗണ്ട് ഒരു 3740 ജൂൾ സംതിങ് വരും. അതായത് 3.7 കിലോ ജൂൾ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഇവിടെ ഓപ്ഷൻസിൽ അങ്ങനെയുള്ള ഒരു വാല്യൂ ഒന്നും ഇല്ല. സോ യെസ്, ഐ ഹാവ് സം ഡൗട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 67. അറ്റ് വാട്ട് ടെമ്പറേച്ചർ will helium atom have the same RMS velocity of hydrogen molecule at 300 Kelvin എന്നാണ് ചോദിച്ചിരിക്കുന്നത്. RMS വെലോസിറ്റിയുടെ റിലേഷൻ എന്താണ്? √3RT/m എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ നമുക്ക് ഹീലിയത്തിൻ്റെയും എന്തും കണ്ടുപിടിക്കണം, ഹൈഡ്രജൻ്റെയും നമുക്ക് എഴുതി നോക്കാം. നോക്കൂ, ഹൈഡ്രജൻ, ഓക്കെ, 3RT/m. ഇത് ഹീലിയത്തിൻ്റെതാണെന്ന് വിചാരിക്കുക, ഇത് ഹൈഡ്രജൻ്റെ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 4 ആണല്ലേ? യെസ്, ദിസ് ഇസ് 4. ഇനി ടെമ്പറേച്ചർ എത്രയാണ്? അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഹീലിയം ആറ്റംസ് ഹാവ് ദി സെയിം RMS വെലോസിറ്റി ആസ് ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ അറ്റ് 300. ഹൈഡ്രജൻ്റെതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ടെമ്പറേച്ചർ എത്രയാണ്? 300 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ മോളാർ മാസ് എത്രയാണ്? യെസ്, ദാറ്റ് വിൽ ബി 2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ടെമ്പറേച്ചറല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? യെസ്, R ക്യാൻസൽ ചെയ്യുക, 3യും ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ടെമ്പറേച്ചറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ √T ഇസ് ഈക്വൽ ടു ഈ 2 എന്ത് വരും? പുറത്തേക്ക് വരും. സോ ഇവിടുന്ന് 2 പുറത്തേക്ക് വരും. 2 ഇൻറ്റു √300/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ T ഇസ് ഈക്വൽ ടു എന്ത് വരും? സ്ക്വയർ ചെയ്താൽ മതി. 4 ഇൻറ്റു 300/2 എന്ന് വരും. സോ വിച്ച് ഇസ് 600 കെൽവിൻ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഏത് ടെമ്പറേച്ചറിലാണ് ഇവരുടെ വെലോസിറ്റി സെയിം ആവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ മതി. നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ ഡി, 600 കെൽവിൻ എന്ന് കിട്ടും. നൗ ക്വസ്റ്റ്യൻ നമ്പർ 68. വളരെ ഈസി ആയിട്ട് കോമൺ സെൻസ് യൂസ് ചെയ്ത് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗിവ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഓഫ് കോഴ്സ് വിസ്കോസിറ്റി എന്താവും? കുറയും. ഇനി പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിലോ വിസ്കോസിറ്റി കൂടും. അപ്പോൾ എന്തായിരിക്കും? ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ റൈസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. 68B. നൗ 69. മില്ലർ ഇൻഡിസസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. വളരെ എളുപ്പമാണ് മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കാൻ. എന്തായിരിക്കും? ഇവരുടെ ക്രിസ്റ്റൽ ആക്സിസ് തന്നിട്ടുണ്ട് അല്ലേ? പ്ലെയിന് കട്ട് ചെയ്യുന്ന ക്രിസ്റ്റൽ ആക്സിസ് തന്നിട്ടുണ്ട്. എന്താണ്? 2A - 3B - 3C എന്ന് കണ്ടിട്ടുണ്ട്. അപ്പം മില്ലർ ഇൻഡിസസ് എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിളാണ്. ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ എന്തായിരിക്കും? 1/2 -1/3 -1/3 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? നമ്മൾ LCM എടുക്കുക. LCM എടുത്താൽ എന്തായിരിക്കും? 6 ആയിരിക്കും കിട്ടുക. മൾട്ടിപ്ലൈ ചെയ്യുക. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും? 3 കിട്ടും. ഇവിടെ -2 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? -2. അതായത് എല്ലാത്തിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3
-2 എന്ന് കിട്ടും. മില്ലർ ഇൻഡെക്സസിൽ ഒരിക്കലും നമ്മൾ മൈനസ് കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യത്തില്ല. മൈനസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 3 2ൻ്റെ മുകളിൽ ഒരു ഹൈഫൺ പോലെ നമ്മൾ എഴുതും. 2 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതും. സോ ദിസ് ഇസ് ദി മില്ലർ ഇൻഡെക്സസ്. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നൗ 70 ദ നമ്പർ ഓഫ് എഫക്റ്റീവ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇൻ BCC സിസ്റ്റം. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. സിമ്പിൾ ക്യൂബിൽ എത്രയാണ്? 1 ആണ്. BCC എത്രയാണ്? 2 ആണ്. FCC എത്രയാണ്? 4 ആണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓപ്ഷൻ ബി 70B. Now 71 the rule that relate molar heat of vaporization of a liquid and its normal boiling point. ഏത് റൂളാണ്? ട്രോട്ടൺസ് റൂളാണ് അല്ലേ. എന്താണ് പറയുന്നത്? നോക്കൂ, ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ബൈ ബോയിലിംഗ് ടെമ്പറേച്ചർ. ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ബൈ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്തായിരിക്കും? സെയിം ആയിരിക്കും, അപ്രോക്സിമേറ്റ്ലി സെയിം ആയിരിക്കും ഫോർ ഓൾ ലിക്വിഡ്സ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ഇതാണ് കേട്ടോ, മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ടു ഇറ്റ്സ് നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? സെയിം ആയിരിക്കും, നിയർലി സെയിം ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ലിക്വിഡിനും. സോ ഏത് ലോ ആണ്? ട്രോട്ടൺസ് ലോ ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കുക. നൗ 72 കാൽക്കുലേറ്റ് ദി അപ്രോക്സിമേറ്റ് pH ഓഫ് 0.03. യെസ്, 0.03 മോളാർ HCl അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് POH ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, PH അല്ല ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? POH ആണ്. PH എങ്ങനെ കണ്ടുപിടിക്കും? PH സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. PH is equal to minus log of H plus. Yes, PH is equal to minus log of H plus concentration. Yes, now it becomes what? Minus log of, എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 3 into 10 raised to minus 2 എന്ന് എനിക്ക് എഴുതാൻ പറ്റത്തില്ലേ? സോ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, മൈനസ് ലോഗ് 3 പ്ലസ് മൈനസ് ലോഗ് 10 raised to minus 2 എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലേ. എന്ത് റിലേഷനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്? ലോഗ് AB is equal to ലോഗ് A പ്ലസ് ലോഗ് B എന്ന് പറയുന്ന റിലേഷനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, ഇവിടെ എനിക്ക് എന്ത് എഴുതാം? ഇവിടെ ലോഗ് A raised to B എന്തായിരിക്കും? B ലോഗ് A എന്നുള്ള റിലേഷൻ കൊണ്ട് എനിക്കിവിടെ എന്ത് എഴുതാം? 2 ലോഗ് 10 എന്നെനിക്ക് എഴുതാൻ പറ്റും, മൈനസ് ലോഗ് 3 എന്നെനിക്ക് എഴുതാൻ പറ്റും. അതായത് നമുക്ക് എന്ത് കിട്ടി? 2 ലോഗ് 10 മൈനസ് ലോഗ് 3 എന്ന് നമുക്ക് കിട്ടി. ലോഗ് 10ൻ്റെ വാല്യൂ എത്രയാണ്? ലോഗ് 10 ഇസ് ഈക്വൽ ടു 1 ആണ്. സോ ഇറ്റ് വിൽ ബി 2 മൈനസ് ലോഗ് 3യുടെ വാല്യൂ എത്രയാണ്? 0.477 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1.2 മൈനസ് എന്ത് കിട്ടും? ഇതാ 2 മൈനസ് 0.47 എന്ന് ചെയ്താൽ തന്നെ നമുക്ക് 5, സോ 1.53 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 1.53. അങ്ങനെയാണെങ്കിൽ നമുക്ക് PH കിട്ടി അല്ലേ, 1.53. ഇനി പക്ഷെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? POH ആണ്. POH എങ്ങനെ കണ്ടുപിടിക്കും? PH പ്ലസ് POH ഇസ് ഈക്വൽ ടു എന്ത് വരും? 14 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ POH ഇസ് ഈക്വൽ ടു 14 മൈനസ് 1.53 എത്ര വരും? യെസ്, ദാറ്റ് വിൽ ബി 12.48, 12.47 എന്ന് വരും. ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. സോ വി വിൽ ഗെറ്റ് വാട്ട്? 12.48 എന്ന് നമുക്ക് കിട്ടും ആൻസർ. ഓക്കെ, അപ്രോക്സിമേറ്റ് ആൻസർ കിട്ടിയാൽ മതി. സോ കാര്യങ്ങൾ മനസ്സിലാക്കുക. PH കണ്ടുപിടിക്കുക. എന്താണ് PH? ഈസിയാണ്. ഇവിടെ ഇങ്ങനെ കിട്ടും, 2 ലോഗ് 10 മൈനസ് ലോഗ് 3 എന്ന് കിട്ടും. നമുക്ക് PH ആണ് ഇവിടെ കിട്ടുക. PH പ്ലസ് POH എന്തായിരിക്കും? 14 ആയിരിക്കും. അവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് POH കണ്ടുപിടിക്കാം. ഓക്കെ, നൗ ഇഫ് S is the solubility of AlOH thrice, solubility product ആണ്. എഗെയിൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. AlOH thrice എന്ത് കിട്ടും നമുക്ക്? യെസ്, Al3 പ്ലസും പ്ലസ് 3OH മൈനസും നമുക്ക് കിട്ടും. എസ് ആണ് സോലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 3S. അപ്പോൾ സോലബിലിറ്റി പ്രൊഡക്റ്റ് എന്തായിരിക്കും? സോലബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് എസ് റേസ് ടു 1, ഇവിടെ എന്തായിരിക്കും? 3S. ഇവരുടെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോയുടെ ഇതാ റേസ് ടു 3. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കണം. 3S ആണ് ഇവരുടെ സോലബിലിറ്റി വരിക. റേസ് ടു എന്ത് വരും? 3 എന്ന് വരും. ഇവിടെ 1 തന്നെയാണ്, അപ്പോൾ S റേസ് ടു 1. അപ്പോൾ എന്തായിരിക്കും? 3 റേസ് ടു 3 എന്ത് വരും? 27. S റേസ് ടു 3 ഒരു എസ്സും കൂടെ ഉണ്ട്, അപ്പോൾ എന്ത് വരും? S റേസ് ടു 4.
സോ ദാറ്റ് വിൽ ബി 27 s/4. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 74. എ ബഫർ ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ ദ റേഞ്ച് ഓഫ് പി എച്ച് വാല്യൂസ് ബിറ്റ്വീൻ. നമുക്കറിയാം എന്താണ് ഈ ബഫർ. നമ്മുടെ ബ്ലഡ് ഒരു നല്ല നാച്ചുറൽ ബഫറാണ് അല്ലേ, നാച്ചുറൽ ബഫറാണ്. എന്താണ് ഈ കാര്യം? ബഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ പി എച്ച്, വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ പി എച്ച് upon addition of small amount of acid or base. ഓക്കെ, നമ്മൾ ചെറിയ രീതിയിൽ ആസിഡോ ബേസോ ആഡ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് ഒന്നും എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. പക്ഷേ ഈ കാര്യങ്ങളല്ല ചോദ്യം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ ദ റേഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇക്വേഷൻസ് അറിയാം, ഞാനിതിൽ പോകുന്നില്ല. അതായത് അസിഡിക് ബഫറിൽ നിന്നും ബേസിക് ബഫറിൻ്റെയും ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പി എച്ച് ഇസ് ഈക്വൽ ടു pKa +or-1 എന്നും അല്ലെങ്കിൽ POH ഇസ് ഈക്വൽ ടു pKb +or-1 എന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻസ് ഞാൻ ചെയ്യുന്നില്ല. അതായത് ഇവരുടെ റേഞ്ച് എന്തായിരിക്കും? യെസ്, -1 to +1 ആയിരിക്കും pKa വാല്യൂടെ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ 1. Now, question number 77, which is not an application of Nernst distribution law എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, സ്റ്റഡി ഓഫ് അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ മോളാർ സ്റ്റേറ്റ് എന്തായിരിക്കണം? മോളാർ സ്റ്റേറ്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, സോൾവെൻറ്റിൽ സെയിം ആയിരിക്കണം. പക്ഷേ അസോസിയേഷനും ഡിസോസിയേഷനും നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നേൺസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദിസ് ഇസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ. ഓപ്ഷൻ സി, 77 സി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 72, അഗെയിൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ അറിയാമെങ്കിൽ, തെർമോഡൈനാമിക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, എൻട്രോപ്പി ആണ് 5.2 മോൾ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ്സ് റിവേഴ്സിബിളി ഫ്രം വോളിയം ഓഫ് 8 ലിറ്റർ ടു 80 ലിറ്റർ അറ്റ് 300 കെൽവിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻട്രോപ്പി ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു nRln(V2/V1). ഓക്കെ, സിമ്പിളായിട്ട് റിലേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്താണ്? നമ്പർ ഓഫ് മോൾസ് 5.2 ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് 8.1314 ആണ്, 2.303 എല്ലാം ഞാൻ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ലോഗ് 80/8, അതായത് V2/V1 എന്ത് വരും? 10 വരും. ലോഗ് 10 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ നമുക്ക് ഒഴിവാക്കാം. 5.2 ഇൻറ്റു 8.314 ഇൻറ്റു 2.303 അറൗണ്ട് എന്ത് വരും? 100 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 5 to 10, 10, 8 are what? 80 and we have decimals here. So around എന്ത് വരും? നമ്മുടെ വാല്യൂ 100 എന്ന് നമുക്ക് കിട്ടും. Now, question number 79. Work done in a closed system in an adiabatic process എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് അല്ലേ? അപ്പോൾ അഡയാബാറ്റിക് പ്രോസസ് ആണ്, ക്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? വർക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻറ്റേർണൽ എനർജിയും എന്തായിരിക്കും? ഇൻറ്റേർണൽ എനർജിയും ഇൻക്രീസ് ചെയ്യും. 79A ആണ്. Now, the last one, question number 80, the value of Joule-Thomson coefficient for an ideal gas. നോക്കൂ, ഐഡിയൽ ഗ്യാസ് ആണ് പറയുന്നത് അല്ലേ? ഐഡിയൽ ഗ്യാസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് എന്താണ്? ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്, നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, നോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് കൊളീഷൻസ് എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. That means, that is, the gas neither heats up or cools down in Joule-Thomson effect. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഇവരുടെ വാല്യൂ എന്ത് വരും? 0 എന്ന് വരും. ഓപ്ഷൻ സി എന്ന് വരും. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സെഷൻ 4 എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.